പരിപാടി നാട്ടിലൊക്കെ ആരംഭിക്കണമെന്നാണ് നിങ്ങൾ പറഞ്ഞത് എല്ലാവരും. ഇപ്പോൾ ചെയർമാൻ അത് തന്നെയാണ് പറഞ്ഞത്. പക്ഷെ അവിടെ ഒരു പരിപാടി, കാരണം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ എന്ത് പരിപാടി പറഞ്ഞാലും ഒരു ടൈം പറഞ്ഞാൽ നാട്ടിലാണ് പറഞ്ഞത് നമ്മൾ ആരെയാണ് ക്ഷണിക്കുന്നതും ക്ഷണിക്കപ്പെടുന്നവരും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു 1.5 മണിക്കൂർ 3/4 മണിക്കൂർ വീട്ടിൽ പോകുന്നത്. ചടങ്ങ്, ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ വലിയ താല്പര്യമാണ്, വലിയ ഇഷ്ടമാണ്. കാരണം നിങ്ങളെപ്പോലുള്ള ജൻസി തലമുറയുമായി ഒരു 10-15 മിനിറ്റ് സംസാരിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു അവസരം, ആ അവസരം ഒന്നും ഞാൻ സാധാരണ നിലയിൽ വഴക്കാറില്ല. കാരണം നിങ്ങളെല്ലാ സമയവും നിങ്ങൾ അവൈലബിൾ ആയിരിക്കില്ല. കുറച്ചുകൂടി മുതിർന്ന ആളുകളെ ഞങ്ങൾ ഇടക്കിടക്ക് കാണും, ഇടക്കിടക്ക് സംസാരിക്കും, ഞങ്ങളുടെ മനസ്സിലുള്ള ആശയങ്ങൾ അവരുമായി സംബന്ധിക്കും. സന്തോഷത്തോടെ നിൽക്കണം എന്നുള്ളതാണ്. കാരണം നിങ്ങളുടെ വിജയത്തിൽ ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ ആദ്യത്തെ വർഷമായിരിക്കില്ല ഇങ്ങനെ അനുഭവം നടക്കുന്നുണ്ടാകും. ഉത്തരമുണ്ട്, നിങ്ങൾ എന്തിനു പഠിക്കുന്നു എന്നുള്ളതാണ്. ഈ ആഗ്രഹം ഇല്ലാത്തത് കൊണ്ടാണോ ഒരു 50 വർഷങ്ങൾക്ക് മുന്നേ പരീക്ഷ എഴുതുന്ന കുട്ടികൾ മുഴുവനും പരാജയപ്പെടുന്നത്? അന്ന് വിജയിക്കുന്നത് വിരലെണ്ണാവുന്ന കുട്ടികളായിരിക്കും അല്ലേ? വിജയിക്കുന്നത് വിരലെണ്ണാവുന്ന കുട്ടികളായിരിക്കും. അവർക്ക് ഈ ആഗ്രഹം ഇല്ലാത്തത് കൊണ്ടാണ്. നിങ്ങളുടെ അച്ചാച്ചന്മാർക്ക്, അച്ഛമ്മമാർക്ക്, മുത്തശ്ശന്മാർക്ക് ഈ ആഗ്രഹം ഇല്ലാത്തത് കൊണ്ടാണോ? മെച്ചപ്പെട്ട ജീവിതം ഉണ്ടാവണം എന്ന ആഗ്രഹം ഇല്ലാത്തത് കൊണ്ടാണോ അവർ പരാജയപ്പെടുന്നത്? അല്ല. എന്തുകൊണ്ടായിരിക്കും? ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പൊ അതെങ്ങനെ പോകുന്നു എന്നുള്ളതാണ്. അതിൽ വളരെ വലിയൊരു പങ്ക് വഹിക്കുന്ന കാര്യമാണ്. ഇപ്പൊ കുറച്ചു മുന്നേ ചെയർമാൻ സൂചിപ്പിച്ച പോലെ പണ്ട് മുതൽ സാമൂഹ്യ പരിഷ്കർത്താക്കൾ കൊണ്ടുവന്നിട്ടുള്ള അതിനുശേഷം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വളരെയധികം ആ ഒരാളെ സ്വാധീനിക്കുന്ന കാര്യമാണ് വായന എന്ന് പറയുന്നത്. അപ്പൊ ഒരു നാടിനെ തന്നെ മാറ്റിമറിക്കാനുള്ള ഒരു കഴിവ് എന്ന് പറയുന്നത് അവിടുത്തെ അങ്ങനെയുള്ള കൂട്ടായ്മകൾക്ക് ഉണ്ടാവണം. അങ്ങനെ പല പരിപാടികളും ഈ നാടിന് വേണ്ടി ഒരുക്കി തരാറുണ്ട്. ഇവിടുത്തെ ഗ്രാമീണ വായനശാലയായാലും അവിടുത്തെ ഭാരവാഹികളായാലും അതുപോലെ തന്നെ അതിന് മുന്നിട്ട് നിൽക്കാനായിട്ട് മുനിസിപ്പാലിറ്റിയിൽ നിന്നുള്ള പ്രതിനിധികളായാലും എല്ലാവരും എത്താറുണ്ട്. അപ്പൊ അവർക്കുള്ള നന്ദി ആദ്യം തന്നെ ഞാൻ അറിയിച്ചുകൊള്ളതാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ നിങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവരും തന്നെ അവരവരുടെ വിദ്യാഭ്യാസ കാര്യത്തിലായാലും കലാപരമായ കാര്യങ്ങളിലായാലും കായികപരമായ കാര്യങ്ങളിലായാലും വളരെയധികം കഴിവ് തെളിയിച്ചിട്ടുള്ളവരാണ്. അപ്പൊ ഈ ഒരു മികവ് അവർക്ക് ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ എല്ലാവരെയും പുലർത്താൻ കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ മുനിസിപ്പൽ ചെയർമാൻ ഷിജിത്ത്, അതുപോലെ തന്നെ നമ്മുടെ കൗൺസിലർ ലത, മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനിത, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, കുട്ടികളെ, ഇത്രയും നല്ലൊരു മനോഹരമായ ഒരു ചടങ്ങിൽ നല്ലൊരു ചെയർമാനെയും കിട്ടിയ സുന്ദരമായ ചെറുപ്പക്കാരനായ ചെയർമാൻ നല്ല രീതിയിൽ തന്നെ സംസാരിച്ചു. നിങ്ങളുടെ എന്താണ് വിദ്യാഭ്യാസത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം നല്ല രീതിയിൽ തന്നെ പ്രതിപാദിച്ചു. അദ്ദേഹത്തിന്
ഈ വായനശാലയുടെ പേരിട്ട് അഭേദവുമായ നന്ദി രേഖപ്പെടുത്തുകയാണ്.